ഹേ ഗായ്സ്, നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പം ഇന്ന് നമുക്ക് രണ്ട് ഗസ്റ്റ് കൊണ്ടുവന്നില്ല, രണ്ട് ഗസ്റ്റ് സുഹൃത്തുക്കളെ. നമ്മളെ ഗസ്റ്റ് ഒന്നും വന്നിരിക്കുന്നത് ബോംബെ എന്നാണ് സുഹൃത്തുക്കളെ. ഹലോ ചേച്ചി, നമ്മൾ ആൾറെഡി നമ്മളെ കല്യാണ വീഡിയോ അന്നുപോലെ കാണുന്നവർക്ക് അറിയാം. എൻ്റെ അളിയനും അളിയൻ്റെ വൈഫുമാണ്. അപ്പോൾ അവർ ആദ്യമായിട്ടാണ് നമ്മൾ ഹൗസ് വാമിന് വന്നിട്ടില്ലായിരുന്നു. അവരങ്ങ് ബോംബെയിൽ സെറ്റിൽഡ് ആണ് രണ്ടുപേരും. അപ്പോൾ അതേ നമുക്ക് ഇന്നലെ വന്നില്ലേ ഇന്നലെ വന്ന് നമ്മൾ മൂവിക്കും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇതേ തകർത്ത് ചേട്ട സത്യം പറഞ്ഞ ഗസ്റ്റ് വരുമ്പോൾ നമ്മളല്ലേ കുക്ക് അതുകൊണ്ട് ചേച്ചി വെജാണ് കേട്ടോ. അപ്പം പ്യൂർ വെജാണ്. അപ്പം ചേട്ടന് മീൻകറിയൊക്കെ ഭയങ്കര മിസ്സിംഗ് ആണ്. അപ്പൊ ഇവിടെ വന്നതേ ചേട്ടൻ മീൻകറി ചേച്ചി വീട്ടിൽ വെക്കാൻ സമ്മതിക്കൂല. ചേച്ചിക്ക് അതിന്റെ സ്മെല്ല് ഇഷ്ടമല്ല. ഫാമിലി ഫുൾ അല്ലല്ലേ വെജ്? I don't eat and my mother don't eat. My brother and my daddy, they both eat. മലയാളം സംസാരിപ്പിക്കുന്നത് ചേച്ചിക്ക് മലയാളം മനസ്സിലാവും, പക്ഷെ പറയാൻ കുറച്ച് നമുക്ക് ഹിന്ദി. സുഖം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ബോംബെയിൽ എന്തുണ്ട് വിശേഷം? ബോംബെയിലല്ലേ ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? സ്ലം പ്ലേസ്. ടഫ് ആയിട്ടുള്ളൊരു പേര്. ദൃഷ്ടി ഡുബ്നൻ. What was this? Just say name, tough name. Okay. Old name. ദൃഷ്ടി ഡുബ്നൻ. എടി എന്നെ കാട്ടി നല്ലോണം പറഞ്ഞു. നല്ല ഇത് നല്ലോണം ഉച്ചരിച്ച്. In March ending there will be a housewarming. Okay, you guys are already invited. Still I am going to invite you again. So you guys have to come. നമ്മൾ ബോംബെ പോകുന്നുണ്ട്. ബോംബെ തകർക്കുന്നുണ്ട്. മാർച്ചിൽ നമുക്ക് ബോംബെയിലായിരിക്കും സുഹൃത്തുക്കളെ. അപ്പൊ എന്തായാലും ചേച്ചി നമ്മളെ വീടൊക്കെ ഉണ്ട്. ഞാൻ മലയാളത്തിൽ സംസാരിക്കും, ഹിന്ദി സംസാരിക്കില്ലേ? ഹമാര കർ तुम लोग का घर बहुत अच्छा है, बड़ा है, it's very beautiful, बहुत अच्छा है. മനസ്സിലായല്ലോ? എനിക്ക് മനസ്സിലായി. സൂപ്പർ ആയിട്ടുണ്ട്. ഞാൻ ചേച്ചിയോട് ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ സംസാരിക്കുന്നത്. कैसे लग रहा है आफ्टर बेबी? ബേബി അച്ഛാ ഹേ. ഈ അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ ഇവിടെ തെണ്ടി പോയതിനെ കാര്യം സീരിയസ്ലി എന്ത് പറഞ്ഞാലും അച്ഛാന്ന് പറഞ്ഞു. ചേച്ചി ചോദിച്ചത് കുഞ്ഞായതിനു ശേഷം എങ്ങനെ ഉണ്ടെന്ന്. No, she will speak properly, I know. Whatever I ask her, she. അയ്യോ പറയുന്ന ചേച്ചി തള്ളണ്ട. She was a teacher. Yesterday my her student. Yeah, we met her student. എന്റെ പള്ളി എവളൊരു മുണ്ണയാണെന്ന് നിങ്ങളെങ്കിലും പറഞ്ഞൂടാ ചേച്ചിക്ക്. ചേച്ചി എവിടെ എന്തോ വലിയ ആളാക്കി വെച്ചേക്കുക. അത് വല്ലപ്പോഴും കാണുന്നുള്ളൂ, അതുകൊണ്ടാണ്. വെരി ഷുവർ ഹസ്ബൻഡ്. My husband is in kitchen. Being curry for you. നമുക്ക് അറിയത്തില്ല ഗൈസ്. ബാപ്പക്ക് എന്ത് നോക്കാം കേട്ടോ. ഉപ്പ് നോക്കുന്നു. ഈ മൂത്തമ്മയല്ലേ? അല്ല, കുഞ്ഞമ്മയും മോനും എന്തോ അടുക്കളയില് അണ്ണാ. എങ്ങനെയുണ്ട് ബോംബെയിലെ ജീവിതമൊക്കെ? വണ്ടർഫുൾ. ബോംബെയിലെ ജീവിതം വണ്ടർഫുൾ ആണ്. എത്ര വർഷമായി ബോംബെ പോയിട്ട്? 13 വർഷം. അയ്യോ, ലവ് മാരേജ്. ഒരേ ഓഫീസിൽ പോയി അടിച്ചിറക്കിയിട്ടോ. മനസ്സിലായ ഞാൻ പറഞ്ഞത്? അയ്യോ, ഒന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. എല്ലാം മനസ്സിലായി. ആക്ച്വലി ചേച്ചി മറാത്തി അല്ലേ? മറാത്തിയാ. മറാത്തിയിൽ എന്തെങ്കിലും പറയച്ചി അവളോട് ചോദിച്ചു. ആദ്യം ചോദിച്ചത് എന്താ പറയാനാ മറാത്തിയില്, രണ്ടാമത് പറയുന്നത് മനസ്സിലായില്ല. എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് വീട്ടിൽ ഗസ്റ്റ് വന്നിട്ട് ഗസ്റ്റിനെ കൊണ്ട് കുക്ക് ചെയ്യിപ്പിക്കണം. അസിസ്റ്റന്റ് പിന്നെ തെമ്മല റാണി കം ടു സ്റ്റേജ് ആൻഡ് സ്പീക്ക് സംതിങ് സ്പെഷ്യൽ. കം. അമ്മ വെളുത്തുള്ളി നമ്മള് തമിഴ്നാട്ടിൽ അല്ല തമിഴ്നാട്ടിൽ വെളുത്തുള്ളി അച്ചാർ ടെസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി ചുമന്ന കളർ ഇടാന്ന് പറഞ്ഞു. സക്സസ് ആയ റെസ്റ്റോറന്റ് എത്ര നാൾ നടത്തിയേട്ടാ? 6 വർഷം. 6 വർഷം മുംബൈയിൽ നമ്മളെ കേരള റെസ്റ്റോറന്റ് നടത്തിയത്. ബീഫ് പൊറോട്ട. ബീഫ് അടി കിട്ടൂലേ? ബീഫ് നോർത്ത് ഇന്ത്യൻ ബീഫ് ബാങ്ക്. ജനിച്ചപ്പോ തൊട്ട് വെജ്. എന്താ ഇഷ്ടം തോന്നുന്നു? I used to eat. I ate till third standard. In third standard, I went with my auntie to bring chicken. So that time I saw a goat hang over, full skin peeled off and all. So from that time it in my heart it. ചേച്ചിയുള്ള ഹൃദയമാണ്. After that ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആട്ടിനെ നല്ല മസാലയൊക്കെ തേച്ച് എനിക്ക് സങ്കല്പിക്കാൻ കൂടി പറ്റുന്നില്ല. അൽഫാമും മന്തിയൊന്നും ഇല്ലാത്തൊരു ജീവിതം. അയ്യോ, ദാറ്റ്സ് ഹൊറിബിൾ. വെജ് ഉള്ളവർ താഴെ കമന്റ് ചെയ്യണം. നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ളവർ താഴെ കമന്റ് ചെയ്യണം. പക്ഷേ
ചേട്ടാ മീൻകറിയൊക്കെ ഇല്ല നമ്മളെ ജീവിതം എങ്ങനെയാട്ടാ പൂർണ്ണമാവാൻ പറ്റുന്നേ? പിന്നെ കൊല്ലംകാർക്ക് മീനില്ലാതെ ചേട്ടന് ചിക്കൻ ഇല്ലാതെ പറ്റില്ല. 3 നേരം ചിക്കൻ കൊടുക്കാമോ അത്രേ ഉപകാരം. എനിക്ക് മീനും മീൻകറി ഇഷ്ടമാ. ഹൊറിബിൾ ലൈഫ്. ഇന്ന് മാറാതിരിക്കും. ഇന്ന് മാറി You like fish? ഫിഷ് വെക്കാനാ? മേക്കിംഗ് ഫിഷ്? നോ, ഫിഷ് കറി. അത് പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല. ഈറ്റിംഗ് എനിത്തിങ്. നോ ബാരിയേഴ്സ് ടു ഈറ്റ് എനിത്തിങ്. ബീഫ്, മട്ടൻ, മീൻകറി, ചാള, കേര. ബാക്കി പറയണ്ട. ചാള യു നോ ചാള. ഓ ചാള ഈസ് എ ബെസ്റ്റ് ടേസ്റ്റ്. സൂപ്പർ ഫിഷ്. Charlie fish. ഇത് കൊടംപുളി വറ്റിച്ചത് വിത്ത് കപ്പ. സൂപ്പർ. അന്ന് എല്ലാത്തിന്റെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി പഠിച്ചു വെച്ചേക്കണം അല്ലേ? അല്ലേ. അങ്ങനെ ചേട്ടൻ വെച്ചത് വിഴുക്കോർട്ടി, മീൻകറി. എനിക്ക് വയ്യ. സാധാരണ നമ്മളാണ് ഇപ്പോൾ ഇവിടെ ഗസ്റ്റ്. ഓക്കെ ഓക്കെ. മുന്നിന്റെ പതിഞ്ഞു. നമ്മുടെ അമ്പൂട്ടന്റെ ആദ്യത്തെ സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ്. ഇന്ന് കാണുമൊന്നും അറിയത്തില്ല ചേട്ടാ. ഏത് സിനിമ കാണാൻ പോകുന്നേ? സമയമില്ല ചേട്ടാ. 7:30 ഷോ. അയ്യോ എന്റെ വാച്ച് ഓടുന്നില്ലല്ലോ. ഞാൻ എന്തിനാ പിന്നെ വാച്ച് കാണിക്കുന്നേ? ഹായ് ചേച്ചി, ദീദി. അവര് നമ്മുടെ വീട് അമ്മയ്ക്ക് ഷേക്കാനില്ല. അമ്മ ഹായ് ഹായ്. ഏത് പടമായിരുന്നു നമ്മൾ കാണാൻ പോകുന്ന? വീടാമുയർച്ച. അജിത്തിന്റെ തല. അജിത്ത്. ഞാൻ ആദ്യമായിട്ടാണ് അജിത്തിന്റെ പടം തിയേറ്ററിൽ കാണാൻ പോകുന്നത്. കണ്ടിട്ടില്ല. ഞാൻ തലയുടെ പടം ആദ്യമായിട്ടാണ് സുഹൃത്തുക്കളെ കാണാൻ വേണ്ടി പോകുന്നത്. പടം കാണണം. അമ്മൂട്ടോ ചിരിക്കുക. ഓ എത്ര നാളായി ലുലുമോളോടെ കൂടെ വന്നിട്ട്. എപ്പോഴും വരാന്ന്. വീട് വാങ്ങിച്ചതിന് ശേഷം വന്നിട്ടേ ഇല്ല. നമ്മൾ പഴയ വീട്ടിലായിരുന്നപ്പോൾ കൂടെ വരുമായിരുന്നു. മുടിയൊന്നും ചെയ്യുവാൻ സമയം കിട്ടിയില്ലേ? ആ മനസ്സിലായി. കാരണം സമയമില്ലായിരുന്നു. പക്ഷെ അമ്മ ഉണ്ടടി ഗെറ്റപ്പ്. തെമ്മല റാണി കണ്ടില്ലേ? എല്ലാരും എന്നെ നോക്കുന്നത്. അമ്മ അജി ഫാനാണോ? ആണോ? അതെന്ത് ഫാനല്ലാത്ത? അല്ല തിയേറ്ററിൽ കയറി ആരാന്ന് മാത്രം അമ്മ ചോദിക്കായിരുന്നു. അമ്മുട്ട നീ കണ്ടവല്ലോ? നീ എന്തെങ്കിലും കണ്ടോ? ആദ്യം കുറച്ചേരം കണ്ടേ, പിന്നെ ഞങ്ങൾ ഉറക്കം. സത്യം പരസ്യം കണ്ടിട്ട് ഇച്ചിരി കരഞ്ഞു. അപ്പൊ ഞാൻ വില ഇറക്കി കൊണ്ടുപോയി ഉറക്കിയിട്ട് കൊണ്ടുവന്ന് അങ്ങനെ ഇരുന്നു. തലയുടെ പടം നല്ല ആക്ഷൻ മൂവി. വെൽ മേക്കിംഗ്. ഇഷ്ടപ്പെട്ടോ? അമ്മയ്ക്കായി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അടിപ്പടം കണ്ടേ കൂടോ. അമ്മയ്ക്ക് വല്ല കോമഡി ഫിലിംസ് അതൊക്കെയാണ് അമ്മയ്ക്ക് ഇഷ്ടം. മ്യൂസിക് അനിരുദ്ധിന്റെ നല്ല ബീജം അല്ലായിരുന്നോ? സൂപ്പർ. എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ട ജയിലറിലെ ആ ബീജം എനിക്ക് ലാസ്റ്റ് ചെയ്തത് ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് കണക്കത്തെ ഒരു ബീജം, ഒരു അറബിക് ടച്ച് സാധനം. സൂപ്പർ സാധനം. നമ്മളിത് ബീച്ചിൽ എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. അമ്മക്ക് ഇരിക്കാൻ വേണ്ടിട്ട് പറയാമ്മ. ശംഖുമുഖത്ത് ബെഞ്ച് ഇടണോന്ന് പറയാം. റിക്വസ്റ്റ് ചെയ്യും. എന്താ വേണം പറയും. ബെഞ്ച് വേണോന്ന് പറയാമ്മ. ബെഞ്ച് ഒരുപാട് ശരിപ്പിക്കില്ല അമ്മ. ബെഞ്ചില്ല, നമുക്ക് വള്ളമുണ്ട്. വള്ളം അതുകൊണ്ട് ആ വള്ളം പിടിച്ചിടാം. ആ വെള്ളം പിടിച്ചിട്ട് അല്ല, അവര് വിനോദസഞ്ചാരിയും കൊണ്ട് രാത്രി ടൂർ പോയതാ. വല ഇങ്ങനെ ആയിരിക്കും. ശംഖുമുഖത്ത് ബീച്ച് വരാത്തതായിട്ട് ആരും കാണത്തില്ല. കാരണം എയർപോർട്ട് ഇവിടെ അടുത്തായതുകൊണ്ട് തിരുവനന്തപുരം വരുന്ന എല്ലാവരും ശംഖുമുഖം ബീച്ചിൽ വരും. അതാ ഞാനും നമ്മള് പണ്ട് വരുമ്പോ എനിക്ക് ഓർമ്മയുണ്ട്. ഇവിടെ മറ്റേ പിടിച്ചു കയറ്റുമല്ലോ, പിടിച്ചു കയറ്റുന്ന അത് ഇവിടെ അല്ലെന്ന് തോന്നുന്നു. എയർപോർട്ടിനടുത്ത ഇവിടെ ഉണ്ട്. ഇങ്ങനെ വള്ളത്തിൽ ഇങ്ങനെ വല ഇട്ടിട്ടേ നമ്മൾ എയർപോർട്ടിലൊക്കെ പോയിട്ട് കൊണ്ടാക്കിയിട്ട് ഇങ്ങനെ പിടിച്ചു കയറ്റും. ആ നമ്മള് ടെറസിലാണ് സുഹൃത്തുക്കളെ. ഉന്നക്കായും ഇത് കൊള്ളാം, രസമില്ല. കുടിക്കാൻ നല്ല വൈബ്, പക്ഷെ കിട്ടിയ സാധനം അത്ര പോരാ. ഇത് കൊള്ളാം.
ബീച്ചും ഉണ്ട് കാണാം, നമുക്ക് ഇവിടുന്ന് എയർപോർട്ടും കാണാം. ഫ്ലൈറ്റ് ഒക്കെ പോയി. നമ്മുടെ ഫ്ലൈറ്റ് മുതലേ പ്ലെയിനൊക്കെ പണ്ട് ഫ്ലൈറ്റ് സ്റ്റാൻഡേർഡ് ആവ് ഫ്ലൈറ്റ്. നമ്മുടെ രാത്രി ഒരു ഷോർട്സ് എടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയില്ല കേട്ടോ. ദേ ചേട്ടൻ ദേ നരച്ച് 10-70 വയസ്സുള്ള ഒരാളെ പോലെ ആയിട്ടുണ്ട്. ഏത് കോലമായെന്ന് വെച്ചാ എനിക്കറിയാം. ഇതൊക്കെ കണ്ടോണ്ട് അമ്പൂട്ട് കണ്ടു. ഇത് ആരാ മക്കളെ? ഇത് അമ്മയാടാ. ഡേഞ്ചർ അമ്മ. അങ്ങോട്ട് നോക്ക്. ഇതാരാ? ഇത് കായംകുളം കൊച്ചുണ്ണി. സമയം എത്ര? രാത്രി 12 മണി കഴിഞ്ഞ്. നിന്റെ കൊച്ചിനെ കരയിപ്പിക്കല്, മാറിപ്പോക്കോട്ട്. അതോ അടങ്ങിയിരിക്കുക. അവ ഇതിലോട്ട് നോക്കുന്നു. നമുക്ക് തറയിൽ കിടക്കാം. എന്നും ഇങ്ങനെ തൊട്ടിൽ കിടന്നാ മതിയോ? നമുക്ക് കമന്ന് വീഴാനും തിരിയാനും ഒക്കെ സമയമായി. ഇനി തറയിലും മെത്തയിലൊന്നും കിടന്ന പോരാ, നമുക്ക് ഇനി തറയിൽ കിടക്കണം. തൊട്ടിൽ കിടന്നാൽ മാത്രം പോരാ, നമുക്ക് ഇനി തറയിൽ കിടക്കണം. എവിടെ കിടക്കണം? തറയിൽ കിടക്കണം. തറയിൽ കിടന്ന് കയ്യൊക്കെ ഇട്ട് അടിച്ച് കൈക്കൊക്കെ ബലമായി മക്കള് വേഗം തിരിയണം. നോക്കിയാണ് കരി വരച്ചു കൊടുത്ത് എന്തുവാടി കലാരൂപം. വല്ലപ്പോഴും അല്ലേ വരയ്ക്കുന്നത്, അതുകൊണ്ട് ഞാൻ വെച്ചൊക്കെ കരി വരയ്ക്കണ ഇഷ്ടമല്ല. അതുകൊണ്ടാ ഞാൻ വരയ്ക്കാത്തേ. എനിക്ക് ഇഷ്ടമല്ല. എല്ലാരും ചോദിക്കും എന്താ ഇപ്പൊ കരി വരയ്ക്കാത്തേ. നേരിട്ട് ഇഷ്ടമല്ലാത്തോണ്ടാ ഞാൻ വരയ്ക്കാത്തേ. കരി വരയ്ക്കാതിരിക്കുമ്പോഴാണ് കാണാൻ ഭംഗി. അതുപോലാണ്ട് എന്തുവാടി ഇത് കാറിന്റെ മറ്റേ ഇതോ ദിഗംബരൻ അല്ല കിരീടല്ലേ ഇത് വെച്ചോണ്ട് ക്രൗൺ വെച്ച പോലെ ഇറക്കി വെച്ച്. കിടക്കാൻ പോവാ. കിടന്നൊക്കെ തിരിയ സമയമായി. നമ്മള് കിടന്നിട്ടേ ഉള്ളു. ഇവിടെ തന്നെ നിന്ന് മാറി എല്ലാം മനസ്സിലായി. അവൻ തന്നെ തന്നെ തിരിയും. ഇപ്പം തിരിയും. കമന്ന് വീഴാറായില്ലല്ലോ. 3 മാസല്ലേ ആയുള്ളൂ. അത് കൊണ്ടുവന്ന സമയത്ത് അവൻ നോക്കുവായിരുന്നില്ല ഇങ്ങനെ അതിശയിച്ച്. ദിഗംബരനാണ് വെച്ചേക്കുന്നേ. എന്നോട് ദിഗംബരനാണോ? ദിഗംബരൻ ഗൈസ്, ഇപ്പോ നമ്മുടെ ഈ ഒരു കുട്ടി വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണ സുഹൃത്തുക്കളെ. അപ്പൊ നമ്മളെ ഗസ്റ്റും കാര്യങ്ങളൊക്കെ പോയി വീട് പോയില്ലേ മുതല്. അപ്പൊ 2-3 ദിവസം അടിപൊളിയായിരുന്നു. നാളെ കാണാൻ സുഹൃത്തുക്കളെ. അപ്പൊ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഹോപ്പ് കാഴ്ച എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി വരെ ബൈ.